ഹായ്! എല്ലാവർക്കും ഈ ട്രക്കിങ്ങിന് വനത്തിനുള്ളിലേക്ക് പോയ പെൺകുട്ടിയെ അറിയത്തില്ലേ? പെൺകുട്ടിയല്ല, എനിക്ക് തോന്നുന്നു 38 36 ഏജുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് തോന്നുന്നത്. ആരോ പറഞ്ഞതാണ്, ന്യൂസിൽ കണ്ടതാണ്. അപ്പം ആ കുട്ടി പോയി ഒരു 4 നാളായി. എല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്നില്ലേ? അറിയത്തില്ലേ? അപ്പം നമ്മളാണെങ്കിൽ ഈ കമന്റ് ബോക്സൊക്കെ വായിച്ച് നോക്കും. അപ്പോൾ ഓരോ നിമിഷങ്ങളും, ഓരോ നാളും ആ കുട്ടിയെ കാണാനില്ലെന്ന് പറയുമ്പോൾ നമ്മളത് കാണുമ്പം അയ്യോ! എന്ത് സംഭവിച്ചു? എന്തായിരിക്കും? അപ്പോൾ പിന്നെ 10 പേരുടെ കൂടെ പോയി, ഈ 10 പേര് എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ? അങ്ങനെ നമ്മൾ കമന്റ് ബോക്സ് പോയി നോക്കണം. നോക്കുമ്പം ഈ 10 പേരെന്തോ ചെയ്തു. അവർ പരസ്പരം അറിയുന്ന പോലും ഉണ്ടാകത്തില്ല. അങ്ങനെ പല പല കമന്റുകളും പല പല എന്തോ പറയുന്ന ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും കമന്റുകൾ. നമ്മളതെല്ലാം വായിക്കുമ്പോൾ നമുക്കങ്ങ് പേടിയാ. പിന്നെ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ ഒരാൾ പോയ പോലൊരു ഫീലായി. ഒരു പേടി വരാൻ ആരംഭിച്ചു. പെൺകുട്ടിയല്ലേ, അതും കൊടും വനത്തിലല്ലേ, അങ്ങനത്തെ ഉള്ളൊരു ചിന്തയോട് ഓരോ നിമിഷവും. പിന്നെ അതിനെ വൈകുന്നേരത്തോടു കൂടി കണ്ടെത്തി. 4മത്തെ നാൾ വൈകുന്നേരത്തോട് കണ്ടെത്തി എന്ന് ന്യൂസ് കാണുമ്പം നമുക്ക് അത് ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് സന്തോഷമായിരുന്നു. എനിക്കതൊക്കെ ഭയങ്കര ഒരു ഒരു കാണാതായപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ എന്നെ സങ്കല്പിച്ച് നോക്കും. ഞാൻ ആ കൊടുംകാട്ടിൽ എത്തപ്പെട്ടാൽ എങ്ങനായിരിക്കും എൻ്റെ ഒരു സ്ഥിതി എന്നൊക്കെ. അപ്പം നമുക്കത് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. അപ്പോൾ കണ്ടെത്തി എന്ന് പറയുമ്പം കണ്ടെത്തി കൊണ്ടുവന്നു. കൂട്ടിയിട്ട് വന്നിട്ടെ. കൂട്ടിയിട്ട് വന്നതിന് ശേഷം എന്താ പറയുന്നേ, പല ആൾക്കാരും ഭയങ്കര സംശയമാണ്. ഉം, എങ്ങനാണ് അതിനകത്ത് പോയി, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നോ? ആളെന്താണ് ഇത്ര ഫ്രഷായിട്ട് ഉള്ളത്? ഒരു ക്ഷീണവും ഇല്ലല്ലോ. സത്യമല്ലേ? ഒരു ക്ഷീണവും ഇല്ല. നല്ല സ്മാർട്ടാണ്. നമ്മളൊക്കെ ഒരു നേരം ഭക്ഷണം കഴിച്ചാല് ഇങ്ങനാവും. അല്ലേ? സത്യമല്ലേ? 4 നാളൊക്കെ ഭക്ഷണം കഴിക്കാതെ കാട്ടിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സൊക്കെ പറിച്ച് തിന്നുന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവാണോ? നമുക്കതറിയത്തില്ല. എന്നാൽ പല ആൾക്കാരും പറയുന്നത് ഇഷ്ടം പോലെ അല്ല ആരൊക്കെയോ കൂട്ടിനുണ്ട്. ഇത് വൈറലാവാനുള്ള ഒരു ട്രിക്കായിരുന്നു എന്നൊക്കെ. അപ്പൊ വേറൊരു വിധം ആൾക്കാര് വിചാരിച്ചു ദൈവമേ എങ്ങനെയെങ്കിലും അങ്ങ് തീരണേ. തീർന്നത് ഞങ്ങക്ക് 8 മണി ചർച്ചയും 10 മണി ചർച്ചയും 12 മണി ചർച്ചയൊക്കെ വെക്കായിരുന്നു. ഇഷ്ടം പോലെ കണ്ടന്റും കിട്ടിയേനെ. ഇഷ്ടം പോലെ അഞ്ജലി കൊടുത്തു. ഇഷ്ടം പോലെ ഇങ്ങനെ റീലുകളും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഇട്ട് പ്രധാനമായിട്ട് നമ്മുടെ ഗവൺമെന്റിനെ പച്ചത്തെറി വിളിക്കായിരുന്നു. കേന്ദ്രത്തിലും അവിടെ ഇവിടെ എല്ലാരെയും അങ്ങ് വിളിക്കായിരുന്നു. എന്തെല്ലാം സ്വപ്നങ്ങളാണ് പലർക്കും നഷ്ടപ്പെട്ടു പോയത്. അന്ന് ആ സ്വപ്നങ്ങളെല്ലാം ഈ രീതിയിൽ നിർത്തണമെന്ന് വിചാരിച്ചിട്ട് ഈ കൊച്ചിനെ അങ്ങ് ചീത്ത വിളിയാ. ചീത്തയല്ല വിളിക്കുന്നത്. സംതിങ് റോങ്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഉണ്ട് വൈറലാവാൻ വേണ്ടി. ഇന്നത്തെ ടൂകെക്കാരെല്ലാം ചെയ്യുന്ന വേല. അത് ടൂകെ അല്ല. അത് 38ഓ 36ഓ ഏജുണ്ട്. അപ്പം കണ്ടാ ചെറിയ കുട്ടിയെ പോലൊക്കെ ഇരിക്കുന്നേ. അപ്പം ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് എന്താ പറയുന്നത് ഇന്നത്തെ രക്ഷപ്പെടാനും പറ്റത്തില്ല. എന്നാൽ ഏഹ് എങ്ങനെ വന്നാലും, ചരിഞ്ഞ് നിന്നാലും, കമഴ്ന്ന് കിടന്നാലും, എങ്ങനെ കിടന്നാലും, ഏത് രീതിയിൽ നിന്നാലും ശരി, എല്ലാത്തിനും ഒരു പരാതികളാണ്. നിങ്ങളൊക്കെ ആണെങ്കിൽ പോയിരുന്ന് ഈ കമന്റൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്തുമാത്രം വൃത്തികെട്ട ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കും കുറച്ച് സംശയങ്ങളൊക്കെ ചിലതൊക്കെ ഉണ്ട്. എനിക്കൊക്കെയാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. കാരണം നല്ല ഫ്രഷായിട്ടാണ് ആ കുട്ടി ഉള്ളത്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെയോ അല്ലെ ഉറങ്ങാത്തത് അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കൊടുങ്കാട്ടിനകത്ത് ഒരു 6 മണി 7 മണി സമയമാകുമ്പോഴേ നമ്മുടെ വീടിൻ്റെ ചുറ്റിലേ കേ 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 എന്നൊരു സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോഴേ എനിക്ക് പേടിയാവും. ഏതോ പിന്നെ യക്ഷി വരുന്ന പോലുള്ള ഫീലാവും. ഞാനാണെങ്കിൽ വെളിയിലോട്ട് പോകത്തേയില്ല. അത്രയ്ക്കും പേടിയാണ്. അപ്പം കൊടും വനത്തിനകത്ത് ഞാനായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാതല്ല, ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയേനെ. അപ്പം എങ്ങനെയൊക്കെ ഒരു പവറുണ്ട് എന്ന് പറഞ്ഞാലും ശരി, സംശയം വരുന്നല്ല, സംശയമുണ്ട്. അപ്പം ആരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നോ? എന്താണ്? അതും അല്ലെങ്കിൽ ഈ 10 പേരുടെ കൂടെ ഈ പെൺകുട്ടി പോയിട്ട് അവൾ എന്തുകൊണ്ട് ഇവരുടെ കൂടെ തിരിച്ചു വന്നില്ല? കാരണം നമ്മൾക്ക് ആരും അറിയാം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തോന്ന് വെച്ചാൽ ഇവരെ വിട്ടു പോയി കഴിഞ്ഞാൽ ഞാനൊരു പെണ്ണാ. കാരണം നല്ലൊരാണിന്റെ മുന്നിലേ ഒരു പെണ്ണ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ എന്ത് ചെയ്യും? അങ്ങനെയെങ്കിലും ചിന്തിക്കാനുള്ള ട്രക്കിങ്ങിന് പോകുന്നു, അല്ലെ അവിടെ പോകുന്നു, മല കയറുന്നു, ഇവിടെ കയറുന്നു, അവിടെ കയറുന്നു എന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് പെണ്ണാണ്. പെണ്ണ് ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ ഒരു കാര്യത്തിലൂടെ കുറച്ച് പേടിക്കേണ്ടതൊക്കെയാണ്. പെട്ടെന്ന് അവരുടെ കൂടെ തിരിച്ചിറങ്ങി വരാൻ. എന്തുകൊണ്ട് തിരിച്ചിറങ്ങി വന്നില്ല? അവിടെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെ പല കാര്യത്തിനും പല ചോദ്യങ്ങളും ഉണ്ട്. ആ സത്യസന്ധമായിട്ട് മറുപടി കിട്ടാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ വായിച്ച് വായിച്ച് ഞാൻ വന്ന റീൽ എല്ലാവരും റീലാക്കുന്നുണ്ട്.
ഞാനും ഒരു റീലാക്കാം. എല്ലാരും പിക്കൊക്കെ വെച്ചാണ് റീലാക്കുന്നെ. ഞാൻ പിക്കൊക്കെ ഒന്നും വെച്ചില്ല. എന്തിനാ അപ്പം ആലോചിച്ച് നോക്കിക്കോണം. എന്തായാലും ഗവൺമെന്റൊക്കെ ഇതിൽ നിന്നങ്ങ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് അവർക്കൊരു ബാഡ് ഇമേജ് വന്നാനെ. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഈ പെണ്ണിനെ വെച്ച് കേന്ദ്രത്തിൽ വരെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയേനെ. അപ്പം അപ്പം സത്യമല്ലേ? അതങ്ങനെ എന്തായാലും രക്ഷപ്പെട്ടു. കൂട്ടിയിട്ട് വന്നു. സമാധാനം, സന്തോഷം. എനിക്ക് സന്തോഷമാണ്. കാരണം ഒരു പെണ്ണല്ലേ. എന്തൊക്കെ ആഗ്രഹങ്ങൾ കാണും. പക്ഷേ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കൊടുങ്കാട്ടിനകത്തൊക്കെ ഒറ്റയ്ക്ക് പോണമെങ്കിൽ പവറ്, പവറെന്ന് പറയണം. പക്ഷേ പെണ്ണ് എന്നുള്ള ഒരു ലേബൽ നമുക്കുണ്ട്. അവിടെ ഒരാണ് വന്നാൽ പിശാചുക്കളാണ്, മൃഗങ്ങളാണ്.